തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിച്ച കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ ആരോപണവുമായി സിനിമാ താരം റോഷ്ന. തന്നോടും യദു മോശമായി പെരുമാറിയെന്ന് റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. ആദ്യം റോഷ്നയുടെ ഒരു പ്രതികരണത്തിലേക്ക്. മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എനിക്കിപ്പോ ഉണ്ടായ ഒരു വിഷയമല്ല ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ് ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ അയാള് ഒരു 2-3 ഹോൺ കേട്ടപ്പോഴേക്കും അയാളങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിംഗ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ MVD കണ്ടതാണ്, മനസ്സിലായോ? ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ്. അപ്പോഴേ എനിക്ക് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത്. നമ്മള് അങ്ങനെ വോയിസ് എടുത്ത് സംസാരിച്ചാലും ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് എനിക്കപ്പോ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് മൂവ് ചെയ്യാഞ്ഞത്. വളരെ സാധാരണക്കാരിയായ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ്, എന്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി എവിടെയും അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവർ കുറച്ചു നാള് കുറച്ച് മര്യാദകളും നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികൃതരും തീർച്ചയായും ഇതിന് ഒരു നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. ശരി, വാർത്തയുടെ വിശദാംശങ്ങളുമായി മനസ മനോജ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. മനസ, മേയർക്കെതിരെ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർ പെരുമാറിയെന്ന് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ സിനിമാ താരത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായും ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാധാരണക്കാരിയായ സിനിമാ താരത്തിന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, മാസങ്ങൾക്ക് മുൻപ് നേരത്തെ ആ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത്തരത്തിൽ മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴി ഇതേ KSRTC ഇതേ ഡ്രൈവറിൽ നിന്നും ഇത്തരത്തിലൊരു മോശമായ അനുഭവം ഈ ഒരു സിനിമാ താരത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മേയർക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഈ ഡ്രൈവറെ ഈ ചിത്രങ്ങളിൽ കണ്ട് വാർത്തയിൽ കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് തനിക്ക് നേരിട്ട് അതേ അനുഭവം ഉണ്ടാക്കി തന്ന അതേ ഡ്രൈവർ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ ഇപ്പോൾ സിനിമാ താരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴിയാണ് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായത് എന്ന് സിനിമാ താരം റോഷ്ന പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ ഇടുങ്ങിയ വഴിയാണ്, അതിൽ തന്നെ പരമാവധി സാധാരണ രീതിയിൽ തന്നെയാണ് താൻ വണ്ടി ഓടിച്ചു പോകുന്നത്. തനിക്ക് പുറകിലുള്ള KSRTC ഡ്രൈവർ വലിയ രീതിയിൽ ഹോൺ മുഴക്കി ശല്യപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഉണ്ടായത് എന്നതാണ് റോഷ്ന വെളിപ്പെടുത്തുന്നത്. അതിനിടയിൽ തന്നെ ഇരുവരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുകയും അശ്ലീല വർത്താനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഈ സ്ത്രീ സിനിമാ താരം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ശേഷം തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ കുറച്ചങ്ങോട്ട് MVDയെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു. MVDയെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുറകിൽ വരുന്ന ഈ KSRTC ഡ്രൈവറും ബസ് അവിടെ നിർത്തി MVDയുമായി സംസാരിക്കുന്നു. അപ്പോൾ സംസാരിക്കുന്ന വേളയിലൊക്കെയും താൻ മാന്യനായി അല്ലെങ്കിൽ മാന്യ സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രൈവർ യദു സംസാരിക്കുന്നത്. അവിടെയും നല്ലൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടി. MVD കാര്യമായ രീതിയിൽ അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പരാതിയായി സ്വീകരിക്കാതെ അത് അവിടെ തീരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് റോഷ്ന വ്യക്തമാക്കുന്നത്. അതേ സ്ഥിതിയായതിനെ ഒരുപക്ഷെ മേയർ ഇവിടെ പ്രതികരിക്കാതെ പോയിരുന്നെങ്കിൽ, എന്നാൽ കൂടിയും മേയർ ആ ഒരു സംഭവം ഉണ്ടായി പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തി മേയർ ആ നിമിഷം തന്നെ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നേരിട്ട അനുഭവം മേയർ ഡ്രൈവർക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെയുള്ള പ്രതികരണത്തിലാണ് അത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തത്. എങ്കിൽ കൂടിയും ചില മാധ്യമങ്ങൾ മേയർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്ത്രീത്വത്തെ അപമാനിച്ചതൊന്നും ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കിയില്ല. അതൊക്കെ മേയർക്ക് എതിരെ പോകുമ്പോഴും
ഇപ്പോൾ യദുവിന്റെ എങ്ങനെയാണ് യദുവിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലാണ് ഇയാൾ എന്ന് 3 കേസുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും അതൊക്കെയും തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. അതിനിടയിലാണ് സിനിമാ താരത്തിന്റെ വലിയ വിലപ്പെട്ട ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമാ താരത്തിന് മാത്രമല്ല മറ്റു സ്ത്രീകൾക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത് എന്നാണ് സമൂഹത്തിനോട് ചോദിക്കേണ്ടി വരുന്നത്. ഏതായാലും ഇപ്പോൾ സിനിമാ താരം ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് കൊണ്ട് തന്നെ മേയറുടെ ആ ഒരു പ്രതികരണത്തിനും വലിയ പ്രസക്തി ഉണ്ടായിരിക്കുകയാണ് ആതിര. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പദവിയിൽ ഇരിക്കുന്ന മേയറോട് ഇത്തരത്തിലാണ് ഈ KSRTC ഡ്രൈവർ പെരുമാറുന്നതെങ്കിൽ ഒരു സാധാരണ സ്ത്രീയോട് ഏത് തരത്തിൽ പെരുമാറുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. മേയറോട് തന്നെ അശ്ലീലമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമാ താരത്തോടും ഇത്തരത്തിൽ മോശമായ തരത്തിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് വ്യക്തമാണ്. തികച്ചും ഈ റോഡിലൂടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ സൈഡ് കൊടുക്കാതിരിക്കുക, തുടർച്ചയായി ആ വണ്ടിയുടെ പിറകിൽ നിന്ന് ഹോൺ അടിക്കുക, അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഇറിറ്റേഷൻ ഉണ്ടായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ നടി പ്രതികരിക്കാനായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു യാതൊരു ഒരു സ്ഥിരം ശൈലി എന്ന് വെളിപ്പെടുത്തുകയല്ലേ ഈ ഒരു സാഹചര്യം നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ? ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഈ ഒരു ഡ്രൈവറുടെ ഈ മോശം സ്വഭാവത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പദവിയിലിരിക്കുന്ന ഒരു മേയറാണ്. അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ സിനിമാ താരം എന്ന് പറയുമ്പോഴും അത്യാവശ്യം പദവിയിലിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഈ ഒരു ഡ്രൈവർ ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ അവരൊക്കെ എത്തരത്തിലാണ് അനുഭവം നേരിടേണ്ടി വരിക എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിനിടയിലും ഇപ്പോൾ മേയർക്കും ഈ ഒരു സിനിമാ താരത്തിനും അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ തന്നെ എത്ര സ്ത്രീകൾ ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയും കണക്കുകൾ എടുത്തു നോക്കേണ്ടത് തന്നെയായിരിക്കും. ഒരുപക്ഷെ യദു ഇപ്പോൾ പ്രതികരിക്കുമ്പോഴൊക്കെയും അല്ലെങ്കിൽ ചില മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെയും യദു ഒരു മോശം സ്വഭാവവും കാണിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ യദു ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അയാൾക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. അതോടൊപ്പം തന്നെ ഈ 2 കേസുകൾ മാത്രമല്ല, ഇതുപോലെ സമാന സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടാകാം. മറ്റു പലരും ഇത് മുൻപോട്ട് വന്ന് പറയാനുള്ള വിമുഖത കാണിച്ചിട്ടുമുണ്ടാകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊക്കെ തന്നെ വ്യക്തമാകുന്നത് സമാനമായിട്ടുള്ള സാഹചര്യമാണ്, സമാനമായിട്ടുള്ള സ്വഭാവ ശൈലി ഇയാൾ മുൻപും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതിര ഈ സമാന രീതി തന്നെയാണ് ഇയാൾ മുൻപും സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് ഇയാൾക്കെതിരെയുള്ള 3 കേസുകൾ. പക്ഷേ അത് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ കൂടിയും ഇയാൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇയാൾ വലിയൊരു ഇത്തരത്തിൽ തന്നെയാണ് സ്ത്രീകളോട് പെരുമാറുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. അശ്ലീല സ്വഭാവമുള്ള വാക്കുകൾ അല്ലെങ്കിൽ അശ്ലീല വാക്കുകൾ സ്ത്രീകൾക്കെതിരെ പ്രയോഗിക്കുക, ഇത്തരത്തിൽ മോശം സ്വഭാവം കാണിക്കുക, കയർത്ത് സ്ത്രീകളോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് കയർത്ത് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇയാളുടെ അല്ലെങ്കിൽ ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഈ ഉന്നത പദവിയിലിരിക്കുന്ന മേയർ അന്ന് പ്രതികരിച്ചപ്പോഴും ആദ്യം ഇയാൾ അശ്ലീല സ്വഭാവത്തോടെ സംസാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കയർത്ത് സംസാരിക്കുക, മേയറോ MLA ആയാൽ തനിക്ക് എന്താ കുഴപ്പം എന്നുള്ള ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുക. അപ്പോൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന മേയർ ആണെങ്കിൽ പോലും തനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് അന്നത്തെ യദുവിന്റെ ആ ഒരു പ്രതികരണത്തിൽ തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ഡ്രൈവറായി തുടരുമ്പോൾ ഇത്തരത്തിൽ തന്നെയായിരിക്കും സ്ത്രീകളോട് പെരുമാറുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുന്നിൽ ഉയർത്തി കാണിക്കുന്നത്. ആതിര.